നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഒട്ടുമിക്ക എല്ലാ LGS പരീക്ഷകളിലും പൊതുവെ ചോദിച്ച് കണ്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷേ പൊതുവെ പല LGS എക്സാമുകളിലും ഈ ക്വസ്റ്റ്യൻസ് ചോദിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ ക്വസ്റ്റ്യൻസ് നമ്മളൊന്ന് നോക്കുകയാണ്. നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകനാര്? നായർ സർവീസ് സൊസൈറ്റി എന്ന് പറയുമ്പോൾ NSSൻ്റെ സ്ഥാപകൻ ആരാണ്? നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകൻ ആരാണ്? മന്നത്തു പത്മനാഭനാണ് NSSൻ്റെ സ്ഥാപകൻ. NSS എന്ന് പറഞ്ഞാൽ നായർ സർവീസ് സൊസൈറ്റി. നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകൻ മന്നത്ത് പത്മനാഭനാണ്. നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ പ്രസിഡൻ്റ് ആരാണ്? K. കേളപ്പനാണ് നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ പ്രസിഡൻ്റ്. ആരാണ്? K. കേളപ്പനാണ് നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യത്തെ പ്രസിഡന്റ്. ആരാണ്? K. കേളപ്പനാണ് നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യത്തെ പ്രസിഡന്റ്. ആരാണ് NSSൻ്റെ ആദ്യത്തെ സെക്രട്ടറി? NSSൻ്റെ ആദ്യ സെക്രട്ടറിയും മന്നത്ത് പത്മനാഭനാണ് NSSൻ്റെ ആദ്യത്തെ സെക്രട്ടറി. അപ്പോൾ NSSൻ്റെ സ്ഥാപകനും NSSൻ്റെ ആദ്യ സെക്രട്ടറിയും മന്നത്തു പത്മനാഭനാണ്. NSSൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് K. കേളപ്പനാണ്. SNDP യോഗത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന സംഘടന ഏതാണ്? SNDP യോഗത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന സംഘടന വാവൂട്ടി യോഗമാണ്. SNDP യോഗത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന സംഘടന വാവൂട്ടി യോഗമാണ് SNDP യോഗത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന സംഘടന. SNDP യോഗത്തിൻ്റെ മുഖപത്രമായിരുന്ന പ്രസിദ്ധീകരണം ഏതാണ്? SNDP യോഗത്തിൻ്റെ മുഖപത്രമായിരുന്ന പ്രസിദ്ധീകരണം ഏതാണ്? വിവേകോദയമാണ് SNDP യോഗത്തിൻ്റെ മുഖപത്രമായിരുന്ന പ്രസിദ്ധീകരണം. അപ്പം എന്തൊക്കെയാണ്? നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകനാരാണ്? മന്നത്തു പത്മനാഭനാണ് നായർ സർവീസ് സൊസൈറ്റി അഥവാ NSSൻ്റെ സ്ഥാപകൻ. നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ പ്രസിഡന്റ് ആരാണ്? K. കേളപ്പനാണ് NSSൻ്റെ ആദ്യത്തെ പ്രസിഡന്റ്. ആദ്യ സെക്രട്ടറി ആരാണ്? മന്നത്തു പത്മനാഭൻ തന്നെയാണ് NSSൻ്റെ ആദ്യത്തെ സെക്രട്ടറി. SNDP യോഗത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന സംഘടന ഏതാണ്? വാവൂട്ടി യോഗമാണ് SNDP യോഗത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന സംഘടന. SNDP യോഗത്തിൻ്റെ മുഖപത്രമായിരുന്ന പ്രസിദ്ധീകരണം ഏതാണ്? വിവേകോദയമാണ് SNDP യോഗത്തിൻ്റെ മുഖപത്രമായിരുന്ന പ്രസിദ്ധീകരണം. ഇപ്പോഴല്ല, നേരത്തെ മുഖപത്രമായിട്ടുള്ള പ്രസിദ്ധീകരണമാണ് വിവേകോദയം. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച വർഷം സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച വർഷം 1907 ആരാണ് സ്ഥാപിച്ചത്? അയ്യങ്കാളിയാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത്. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച വർഷം 1907. സാധുജന പരിപാലനയുടെ ആദ്യത്തെ പത്രാധിപർ ആര്? സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖപത്രമാണ് സാധുജന പരിപാലിനി. സാധുജന പരിപാലനയുടെ ആദ്യ പത്രാധിപർ ചെമ്പുത്തറ കാളി ചോതി കറുപ്പനാണ്. ആരാണ്? ചെമ്പുത്തറ കാളി ചോതി കറുപ്പനാണ് സാധുജന പരിപാലനയുടെ ആദ്യത്തെ പത്രാധിപർ. കഴിഞ്ഞ കാലം ആരുടെ ആത്മകഥയാണ്? കഴിഞ്ഞ കാലം ആരുടെ ആത്മകഥയാണ്? KP കേശവമേനോൻ്റെ ആത്മകഥയാണ് കഴിഞ്ഞ കാലം. കഴിഞ്ഞ കാലം ആരുടെ ആത്മകഥയാണ്? KP കേശവമേനോൻ്റെ ആത്മകഥയാണ് കഴിഞ്ഞ കാലം. ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ ഉത്തര കേരളത്തിലെ സർവ്വസൈന്യാധിപൻ എന്നറിയപ്പെട്ടത് ആരാണ്? ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ ഉത്തര കേരളത്തിലെ സർവ്വസൈന്യാധിപൻ എന്നറിയപ്പെട്ടത് മൂർക്കോത്ത് കുമാരനാണ്. ആരാണ്? മൂർക്കോത്ത് കുമാരനാണ് ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ ഉത്തര കേരളത്തിലെ സർവ്വസൈന്യാധിപൻ എന്നറിയപ്പെട്ടത്. അപ്പോൾ സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച വർഷം 1907. സാധുജന പരിപാലനയുടെ ആദ്യ പത്രാധിപർ ആരാണ്? ചെമ്പുത്തറ കാളി ചോതി കറുപ്പനാണ് സാധുജന പരിപാലനയുടെ ആദ്യത്തെ പത്രാധിപർ. കഴിഞ്ഞ കാലം ആരുടെ ആത്മകഥയാണ്? KP കേശവമേനോൻ്റെ ആത്മകഥയാണ് കഴിഞ്ഞ കാലം.
ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ ഉത്തര കേരളത്തിലെ സർവ്വസൈന്യാധിപൻ എന്നറിയപ്പെട്ടത് മൂർക്കോത്ത് കുമാരനാണ്. എന്താണ്? ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ ഉത്തര കേരളത്തിലെ സർവ്വസൈന്യാധിപൻ എന്നറിയപ്പെട്ടത് മൂർക്കോത്ത് കുമാരനാണ്. മാതൃഭാഷയുടെ പോരാളി എന്നറിയപ്പെട്ടത് ആരാണ്? മക്തി തങ്ങളാണ് മാതൃഭാഷയുടെ പോരാളി. ആരാണ് മാതൃഭാഷയുടെ പോരാളി എന്നറിയപ്പെട്ടത്? മക്തി തങ്ങളാണ്. മലയാളി മെമ്മോറിയലിന് എതിർ മെമ്മോറിയൽ സമർപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയത് ആരാണ്? ഇ രാമയ്യറാണ് മലയാളി മെമ്മോറിയലിന് എതിർ മെമ്മോറിയൽ സമർപ്പിക്കുന്നതിനായിട്ട് നേതൃത്വം നൽകിയത്. ആരാണ്? മലയാളി മെമ്മോറിയലിന് എതിർ മെമ്മോറിയൽ സമർപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയത് ഇ രാമയ്യരാണ്. ഗാന്ധിജി ഇടപെട്ട കേരളത്തിലെ ആദ്യ സത്യാഗ്രഹം ഏതാണ്? വൈക്കം സത്യാഗ്രഹമാണ് ഗാന്ധിജി ഇടപെട്ട കേരളത്തിലെ ആദ്യത്തെ സത്യാഗ്രഹം. എന്താണ്? ഗാന്ധിജി ഇടപെട്ട കേരളത്തിലെ ആദ്യ സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹമാണ്. കയ്യൂർ സമരം പ്രമേയമാക്കി നിർമ്മിച്ച മലയാള ചിത്രമാണ് മീനമാസത്തിലെ സൂര്യൻ. ഏതാണ്? കയ്യൂർ സമരം പ്രമേയമാക്കി നിർമ്മിച്ച മലയാള ചിത്രമാണ് മീനമാസത്തിലെ സൂര്യൻ. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം ഏതാണ്? 1946 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് തൊട്ടു മുൻപ് ആണെന്ത് പുന്നപ്ര വയലാർ സമരം നടന്നത്. നമുക്ക് 1947 സ്വാതന്ത്ര്യം കിട്ടിയതെങ്കിൽ 1946 എന്ത് പുന്നപ്ര വയലാർ സമരം നടന്നത്. അപ്പോൾ എന്തൊക്കെയാണ്? മാതൃഭാഷയുടെ പോരാളി എന്നറിയപ്പെട്ടത് മക്തി തങ്ങളാണ്. മലയാളി മെമ്മോറിയലിന് എതിർ മെമ്മോറിയൽ സമർപ്പിക്കുന്നതിനായിട്ട് നേതൃത്വം കൊടുത്തത് ആരാണ്? ഇ രാമയ്യരാണ്. ഗാന്ധിജി ഇടപെട്ട കേരളത്തിലെ ആദ്യ സത്യാഗ്രഹം ഏതാണ്? വൈക്കം സത്യാഗ്രഹമാണ് ഗാന്ധിജി ഇടപെട്ട കേരളത്തിലെ ആദ്യ സത്യാഗ്രഹം. കയ്യൂർ സമരം പ്രമേയമാക്കി നിർമ്മിച്ച മലയാള ചിത്രമാണ് മീനമാസത്തിലെ സൂര്യൻ. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം ഏതാണ്? 1946 പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം. നമുക്കിനി ഇത്രയും ചോദ്യങ്ങൾ ഒന്നുകൂടി ഒന്ന് ആവർത്തിക്കാം. ആദ്യം തൊട്ട് നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകനാരാണ്? നായർ സർവീസ് സൊസൈറ്റി അഥവാ NSSൻ്റെ സ്ഥാപകൻ മന്നത്തു പത്മനാഭനാണ്. നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? കെ കേളപ്പനാണ്. കെ കേളപ്പൻ കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാ? കെ കേളപ്പൻ അല്ലേ? അപ്പം കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കെ കേളപ്പനാണ് നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യത്തെ പ്രസിഡന്റ്. നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകൻ മന്നത്തു പത്മനാഭനാണ്. നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യത്തെ സെക്രട്ടറിയും ആരാണ്? മന്നത്തു പത്മനാഭൻ തന്നെയാണ്. അപ്പോൾ 2 ചോദ്യങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കുക. നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിച്ചതും നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യത്തെ സെക്രട്ടറിയും ആരാണ്? മന്നത്തു പത്മനാഭനാണ്. നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ പ്രസിഡന്റ് കെ കേളപ്പനാണ്. SNDP യോഗത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന സംഘടന ഏതാണ്? വാവൂട്ട് യോഗമാണ് SNDP യോഗത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന സംഘടന. SNDP യോഗത്തിൻ്റെ മുഖപത്രമായിരുന്ന പ്രസിദ്ധീകരണം നിലവിലല്ല. SNDP യോഗത്തിൻ്റെ മുഖപത്രമായിരുന്ന നേരത്തെ ആയിരുന്ന പ്രസിദ്ധീകരണം വിവേകോദയമാണ്. നിലവിലല്ല. SNDP യോഗത്തിൻ്റെ മുഖപത്രമായിരുന്ന പ്രസിദ്ധീകരണമാണ് വിവേകോദയം. നിലവിൽ എന്താണ് SNDP യോഗത്തിൻ്റെ മുഖപത്രം ഏതാണ്? യോഗനാഥമാണ്. നിലവിൽ SNDP യോഗത്തിൻ്റെ മുഖപത്രം യോഗനാഥമാണ്. നേരത്തത് എന്താണ്? വിവേകോദയമാണ് SNDP യോഗത്തിൻ്റെ മുഖപത്രം. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച വർഷം ഏതാണ്? 1907 സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത്. സാധുജന പരിപാലിനിയുടെ ആദ്യ പത്രാധിപർ ആരാണ്? ചെമ്പുത്തറ കാളി ചോതി കറുപ്പനാണ്. ഒരാളാണ്, ഒരു പേര് തന്നെയാണ്. സാധുജന പരിപാലനിയുടെ ആദ്യ പത്രാധിപൻ ചെമ്പുത്തറ കാളി ചോതി കറുപ്പനാണ്. കഴിഞ്ഞ കാലം ആരുടെ ആത്മകഥയാണ്? KP കേശവമേനോൻ്റെ ആത്മകഥയാണ് കഴിഞ്ഞ കാലം. ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ ഉത്തര കേരളത്തിലെ സർവ്വസൈന്യാധിപൻ എന്നറിയപ്പെട്ടത് മൂർക്കോത്ത് കുമാരനാണ്. ആരാണ്? ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ ഉത്തര കേരളത്തിലെ സർവ്വസൈന്യാധിപൻ എന്നറിയപ്പെട്ടത് മൂർക്കോത്ത് കുമാരനാണ്.
മാതൃഭാഷയുടെ പോരാളി എന്നറിയപ്പെട്ടത് ആരാണ്? മക്തി തങ്ങളാണ് മാതൃഭാഷയുടെ പോരാളി എന്നറിയപ്പെട്ടത്. മലയാളി മെമ്മോറിയലിന് എതിർ മെമ്മോറിയൽ സമർപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയത് ആരാണ്? ഇ രാമയ്യറാണ് മലയാളി മെമ്മോറിയലിന് എതിർ മെമ്മോറിയൽ സമർപ്പിക്കുന്നതിനായിട്ട് നേതൃത്വം നൽകിയത്. ഗാന്ധിജി ഇടപെട്ട കേരളത്തിലെ ആദ്യ സത്യാഗ്രഹമാണ് വൈക്കം സത്യാഗ്രഹം. കയ്യൂർ സമരം പ്രമേയമാക്കി നിർമ്മിച്ച മലയാള ചിത്രമാണ് മീനമാസത്തിലെ സൂര്യൻ. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷമാണ് 1946.